ഹലോ, ഇന്ന് നമുക്ക് പനീർ കറി ഉണ്ടാക്കി നോക്കാം. അതിനായി നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. പനീർ, സവോള, ഗാർലിക്, ബട്ടർ, കാഷ്യൂനട്ട്, തക്കാളി, മല്ലിയില ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ തക്കാളിയും കാഷ്യൂനട്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും കസ്തൂരി മേത്തിയും ചേർത്ത് ഒന്ന് പച്ചപ്പ് മാറ്റിയെടുക്കാം. ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഈ പനീറിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി കൂടി ചേർക്കാം. ഇനി അരപ്പ് നന്നായിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം. ഇപ്പം ഗ്രേവി നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കാം. ഗ്രേവിയിലേക്ക് പനീറും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. കുറച്ചും കൂടെ വെള്ളം വറ്റണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം. ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ചപ്പാത്തിയുടെ പൊറോട്ടയുടെ ഒക്കെ കഴിക്കാനുള്ള പനീർ ബട്ടർ മസാല ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.